ഹലോ ഗൈസ്, വെൽക്കം ടു നൂബ് മാസ്റ്റർ 2.0. അങ്ങനെ സുഹൃത്തുക്കളെ, നീണ്ട നാളത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ ഈ ചാനലിൽ നമ്മൾ മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇന്നുണ്ടല്ലോ ഗൈസ്, നമ്മളൊരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോണത്. നമ്മുടെ ഗെയിമിംഗ് റൂമിലായിട്ടുണ്ടല്ലോ ഗൈസ് ചെറിയ ഒരു അപ്ഗ്രേഡ് അല്ല ഗൈസ്, അത്യാവശ്യം വലിയൊരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് നമ്മുടെ ഗെയിമിംഗ് റൂമിലായിട്ട്. ഞാനുണ്ടല്ലോടാ നമ്മുടെ PlayStation 5 Pro ഉണ്ടല്ലോ, നമ്മുടെ ഏപ്രിൽ എങ്ങാണ്ടാണ് മേടിച്ചത്. അന്ന് തൊട്ടേ ഒരു ആഗ്രഹമായിരുന്നു അത്യാവശ്യം വലിയൊരു ഗെയിമിംഗ് മോണിറ്റർ നമ്മുടെ PlayStationൽ കളിക്കാനായിട്ട് മേടിക്കണമെന്ന്. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ, ഞാൻ ഒരു ഗെയിമിംഗ് മോണിറ്റർ ഇവിടെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നുണ്ടല്ലോ ഈ ഗെയിമിംഗ് മോണിറ്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. 4K മോണിറ്റർ അല്ല ഗൈസ്, 2K മോണിറ്റർ ആണ്. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിച്ചത് QD OLED മോണിറ്റർ ആണ്. അതുകൊണ്ടുണ്ടല്ലോ അത്യാവശ്യം വേറെ ലെവലായിട്ടുള്ള ഒരു മോണിറ്റർ ആണ്. നമ്മൾ വാങ്ങിച്ച മോഡൽ ഉണ്ടല്ലോടാ MSI ആണ്, MSI MAG 271 QD OLED മോണിറ്റർ ആണ് ഗൈസ്. അതുകൊണ്ട് മോണിറ്ററിന്റെ എന്താണ് ഗൈസ്, ക്വാളിറ്റി, ക്ലാരിറ്റി, ബ്ലാക്ക് ലെവലൊക്കെ വേറെ ലെവലായിരിക്കും. സോ നമ്മൾ ഇന്നുണ്ടല്ലോ ഇതിന്റെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മൾ അന്ന് PlayStation മുറിച്ച നമ്മുടെ ടൂൾ ഓർമ്മയില്ല ഗൈസ്, ഇത് വെച്ചിട്ട് നമുക്ക് ഇതും കട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ പെട്ടിയിലുണ്ടല്ലോ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചേക്കണത്? ചെക്ക് കണ്ടൻസ് ഇഫ് സീൽ ബ്രോക്കൺ. ഓക്കെ, സീൽ ബ്രോക്കൺ ഒന്നും ആയിട്ടില്ല. സോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇത് നൈസായിട്ട് ഇങ്ങനെ മുറിച്ചാൽ പോരെ. ഇത് ക്യാമറ എങ്ങനെയാണ് പിടിക്കണം ഗൈസ്? ക്യാമറ അത്യാവശ്യം വലുതാണ്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ കട്ട് ചെയ്യണം. കുറച്ച് ടാസ്ക് ആണ്. എന്നാൽ നമ്മളിത് മുറിച്ചില്ല. യെസ്, ഇപ്പൊ മുറിച്ചു. ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് മുറിക്കണം കേട്ടോ. എന്റെ ക്യാമറ ആംഗിൾ ഒന്നും നിങ്ങൾ നോക്കരുത് ഗൈസ്. ഞാൻ ഇങ്ങനത്തെ വ്ളോഗൊക്കെ എടുത്ത് അൺബോക്സിംഗ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് ചിലപ്പോ സെറ്റ് ആവുമായിരിക്കും, ഇമ്പ്രൂവ് ആവുമായിരിക്കും. എന്തായാലും ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കട്ടെ. ഇതെന്താണ് ഗൈസ്, ഇങ്ങനെയാണ് പെട്ടിയിരിക്കണത്. അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ പാക്കിൽ നമുക്ക് വേറെ ഇതായിട്ടൊന്നുമില്ല, MSIയുടെ ബോക്സ് ആയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിട്ടാട്ടോ ബോക്സ് വന്നേക്കണത്. അതിനകത്ത് ഇവിടെ വെറുതെ ഇതേ പ്രോഡക്റ്റ് വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് സാധനം വന്നത്. അറിയാൻ പാടില്ല. എന്തായാലും നമുക്കിത് ക്യാമറ എങ്ങനെ വെക്കണം ഗൈസ്, ഞാൻ നോക്കട്ടെ. ക്യാമറ എങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യണം അൺബോക്സ് ചെയ്യാൻ വേണ്ടി. ഗൈസ്, ഇപ്പൊ അത്യാവശ്യം സെറ്റ് അല്ലേ? സെറ്റാന്ന് തോന്നുന്നു. പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇതുണ്ടല്ലോ ഗൈസ്, എന്താണ് ഇത്? വേറെ പെട്ടിയായിട്ടൊന്നും സംഗതി ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വന്നേക്കണത്. നോക്കട്ടെ, വലിച്ചു നോക്കട്ടെ സംഗതി എല്ലാം ഉണ്ടോന്ന്. ഞാൻ വിചാരിച്ചു ഇതിനുള്ളിൽ MSI ഉണ്ടല്ലോ വേറെ ബോക്സ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനെ വേറെ ബോക്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല. നേരെ ഡയറക്റ്റ് ഇങ്ങനെ പെട്ടി വന്നേക്കണേ. കണ്ടോ, അതേ ഇതുപോലെ ഗൈസ് എല്ലാം വന്നേക്കണേ. കാണിച്ചു തരാട്ടാ. പെട്ടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, എനിക്കിത് കറക്റ്റ് മോണിറ്റർ ഗൈസ് ഇതുപോലെയാണ് വന്നേക്കണത്. വേറെ നമുക്ക് ഇതിനകത്ത് MSIയുടെ ബോക്സ് പോലത്തെ വേറെ ബോക്സ് ഒന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് ഈ രണ്ട് സാധനം വെച്ചിട്ട് വെറുതെ തന്നു വിട്ടേക്കാണ്. ഇതിപ്പോ ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. കറക്റ്റ് സാധനമാണോന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഇതിനകത്ത് ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം തന്നെ ഇതൊരു പേപ്പർ ഉണ്ട്. ഇതിനകത്ത് എന്താണ് QD OLED മോണിറ്ററിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്തോ ഉണ്ട്. ഇത് HDMI കേബിള്. ഇത് എന്താണ് ക്ലോത്ത്? ഇത് എന്തോ നമ്മുടെ മോണിറ്റർ തുടയ്ക്കാനുള്ളതാന്ന് തോന്നുന്നു. ഇതാണ് കേസ് HDMI കേബിള്. മറ്റത് ഡിസ്പ്ലേ പോർട്ട് ആണ്. ഡിസ്പ്ലേ പോർട്ട് ഇല്ലേ, DP കേബിൾ ആണ്. ഇത് നമുക്ക് കുറച്ച് സ്ക്രൂ ഒക്കെ തന്നിട്ടുണ്ട്. സെറ്റ് ആക്കാനുള്ളതാണെല്ലാം. ഇവിടെയായിട്ട് നമുക്ക് മോണിറ്ററിന്റെ താഴെയുള്ള സ്റ്റാൻഡ്. ഓക്കെ, ഇതാണ് മോണിറ്ററിന്റെ താഴെയുള്ള സ്റ്റാൻഡ്. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പവർ കേബിള്. ഓക്കെ, ഇനി ഇത് ഇവിടുന്ന് കട്ട് ചെയ്താലാണ് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് തോന്നണത് ശരിക്കും ഇതിന്റെ മേളിലും ഒരു ബോക്സ് വേണ്ടേ? കറക്റ്റ് ഇത് ആമസോണുകാർ ഇതുപോലെ കൊണ്ട് ഡെലിവറി ചെയ്ത് എന്നിട്ട് നമ്മൾ തുറന്നപ്പോ നേരെ ഇതുപോലത്തെ പെട്ടിയാണ്. മുട്ട കൊണ്ടുപോലത്തെ പെട്ടി പോലത്തെ പെട്ടി. ഇതിനകത്ത് സാധനം വെച്ചേക്കാണ്. ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ബാക്കിയുള്ള സാധനമൊക്കെ ആയിരിക്കും ഗൈസ് ചിലപ്പോ വന്നേക്കേണ്ടത്. അറിയാൻ പാടില്ല. ആമസോൺ അല്ലേ, ഒന്നും പറയാനും പറ്റില്ല. എന്തായാലും ഉണ്ടല്ലോ ഗൈസ്, ഇത്ര തുറന്നു നോക്കിയില്ലേ, ബാക്കിയും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അയ്യോ, എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. ഇതിന് എത്ര രൂപയെന്നറിയും മോണിറ്ററിന്? 2K മോണിറ്റർ ആണ്. 1440p 4K അല്ല. ഏകദേശം എത്രയാണ്? 47,499 രൂപയാണ് എക്സാക്ട്ലി പ്രൈസ് ആയത്. ഇത് പറിച്ചെടുക്കാൻ നടക്കണില്ലല്ലോ. ക്യാമറ എവിടെയെങ്കിലും വയ്ക്കേണ്ടി വരുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഒറ്റ കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ട് നിൽക്കട്ടെ. ഒരു മിനിറ്റ്, ക്യാമറ ഞാൻ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, കാണല്ലേ. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. പൊട്ടിച്ച് ഇതങ്ങെടുത്ത് മാറ്റിയിട്ടുണ്ട്. മോണിറ്റർ ഇങ്ങനെയാണ് കേസ് വച്ചേക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് മോണിറ്ററിന്റെ മറ്റേ സ്റ്റാൻഡിൽ വയ്ക്കാനുള്ള സാധനമാണ്. ഇതാണ് നമ്മുടെ മോണിറ്റർ. എന്റെ അമ്മേ, ഞാൻ കാണിച്ചതല്ല, വെറുതെ ഇതുപോലെയാണ് വച്ചേക്കണത്. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചാണ് കേസ്. ഇതിപ്പോ നല്ല പാക്കിംഗ് ആണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും മോണിറ്റർ വർക്കിംഗ് ആണെങ്കിൽ പിന്നെ നമുക്ക് സീനില്ല. എന്റെ ചെയറും നീക്കി വെക്കട്ടെ. എന്നിട്ട് മോണിറ്റർ നമുക്കൊന്നെടുത്ത് ജസ്റ്റ് പുറത്തേട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റാൻഡൊക്കെ കണക്ട് ചെയ്തിട്ട് മോണിറ്റർ നമുക്ക് സെറ്റ് ആക്കി നോക്കാം.
എന്തായാലും ഞാൻ മോണിറ്റർ പുറത്തേക്ക് എടുക്കുകയാണ് സുഹൃത്തുക്കളെ. കമോൺ. മോണിറ്റർ ഇതാണ് നമ്മുടെ മോണിറ്റർ. 47,500 രൂപയുടെ മുതലാണിത്. തൽക്കാലം മാറ്റിയുണ്ടല്ലോ നമുക്ക്, അല്ലെങ്കിൽ വേണ്ട ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് സ്റ്റാൻഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് പൊക്കി എടുക്കാം. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ തിരിച്ചു വെക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ഇതിങ്ങനത്തെ താഴത്തായിട്ട് മോണിറ്റർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. മോണിറ്റർ ഞാൻ കാണിച്ചു തരാം. നമുക്കുണ്ടല്ലോ ആദ്യം ഈ മോണിറ്ററിന്റെ ഇതൊക്കെ ഇല്ല, ബാക്കി കൈയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു പെട്ടിയിൽ ഇത് ഇതുപോലത്തെ പെട്ടി മുട്ട കൊണ്ടുപോകുന്ന പെട്ടിയില്ലേ ഗൈസ്, അതാണ് കണ്ടിട്ടുള്ളൂ. അതുപോലത്തെ ഒരു പെട്ടിയാണ് ഇത്. ഇനി ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് നമ്മുടെ മോണിറ്ററിന്റെ ഈ കൈ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് നമുക്ക് സെറ്റ് ആക്കണം. എന്റെ ടൂൾ എന്ത്? ടൂൾ ഇവിടെ ഉണ്ട്. ഒത്തിരി ഉണ്ട് ഗൈസ്, ഒത്തിരി പേപ്പർ ഇതിനകത്ത്. എന്താ പേപ്പർ അല്ലല്ലോ, ഇൻസുലേഷൻ ടേപ്പ് ഒത്തിരി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. മോണിറ്ററിന്റെ കൈ ഇതാണ്. പോരണില്ല, ഇതിവിടെ ഉണ്ട് ഗൈസ്. ഇത് പൊട്ടിക്കാനായിട്ട് ക്യാമറയുടെ മുമ്പിൽ വെച്ച് ചെയ്യണോണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഇങ്ങനെ അൺബോക്സ് ചെയ്യണം. അന്ന് പ്ലേ സ്റ്റേഷൻ മുറിച്ചപ്പോഴും അതിയായിരുന്നു. എപ്പോഴും നിങ്ങളെല്ലാരും പിന്നെയാണ് എന്റെ അടുത്ത് വ്ലോഗ് ചെയ്യാൻ പറയണത്. എനിക്കങ്ങനെ പുറത്തിറങ്ങി പോയി ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. ഓക്കെ, മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ മോണിറ്ററിന്റെ കൈ. ഇത് നമ്മുടെ മോണിറ്ററിന്റെ പുറകെ നമ്മൾ വെക്കണം. പക്ഷേ നമ്മളപ്പോ ഇതുപോലെ നേരെ ടേബിളിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ടേബിളിൽ വെക്കണമെങ്കിൽ നമ്മുടെ മോണിറ്ററിന്റെ ഈ സ്റ്റാൻഡിന്റെ ബാക്കി ഈ സാധനങ്ങൾ ഉണ്ടല്ലോ ഗൈസ്, ഇതിങ്ങനെ നമ്മൾ പൊട്ടിക്കണം. എനിക്ക് തോന്നുന്നു മോണിറ്റർ കുഴപ്പമില്ല, ഈ പെട്ടിയിൽ വന്നാലും പുതിയ സാധനം തന്നെയാണ് തോന്നുന്നു. ആരും റിട്ടേൺ വെച്ച പ്രോഡക്റ്റ് തന്നതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കണത്. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ മോണിറ്ററിന്റെ സ്റ്റാൻഡ് വെക്കണത്. മോണിറ്ററൊക്കെ പുതിയത് മേടിക്കണവരുണ്ടല്ലോ, കണ്ടത്. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ ഉണ്ട്, കണ്ടാ. ഇതിനകത്തായിട്ട് ഇത് വെച്ചിട്ട് ഇതിനകത്തായിട്ട് ഉണ്ടല്ലോ ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്കിത് താഴെ തിരിച്ചു മുറുക്കാനുണ്ട് ഇവിടെയായിട്ട്. അത് നമ്മൾ തിരിച്ചു മുറുക്കിയാൽ മതി. ഒന്ന് മുറുക്കട്ടെ. കറക്റ്റ് ആയിട്ട് നമ്മൾ ശരിക്കും ടൈറ്റ് ആക്കണം. 47,499. എന്റെ അമ്മേ, ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല ഗൈസ്, ഇത്രയും പൈസ കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോണിറ്റർ മേടിക്കുന്നത്. ഇത് ഓഫർ പ്രൈസിൽ കിട്ടിയതാട്ടോ, അല്ലെങ്കിൽ 56,000 രൂപയും കണ്ടാണ് ഈ മോണിറ്ററിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇത് മതിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. സെറ്റായി ഇവിടെ സെറ്റായി എനിക്ക് തോന്നണേ. ഇനി ഇത് മോണിറ്ററിന്റെ ബാക്കിലായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വച്ചാൽ മതി, സെറ്റ് ആവും തോന്നുന്നു. പിന്നെ ഈ സാധനം എന്തിനാണ് പിന്നെ എനിക്ക് തന്നേക്കണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. കുറച്ച് നെട്ടും ബോൾട്ടൊക്കെ ഉണ്ട് ഗൈസ്, അതെന്തിനാ തന്നേക്കണേന്ന് എനിക്കറിയില്ല. ഞാൻ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് നോക്കിയല്ല സംസാരിക്കണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോറി ഗൈസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യരുത്. ഇത് നമ്മളുണ്ടല്ലോ, ഇത് മോണിറ്ററിന്റെ പുറകെയിലിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വച്ചാൽ മതി. അപ്പൊ ഇവിടെ ക്ലിപ്പ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. അത് നമുക്ക് നോക്കാട്ട് ഇപ്പൊ തന്നെ. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട പ്ലാസ്റ്റിക് ഞാൻ പുറകോസ്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒറ്റക്കൈയിൽ എനിക്ക് ചെയ്യാനായിട്ട് നിൽക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്, ഒറ്റക്കൈയിൽ ചെയ്ത് നടക്കൂല. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. ക്ലിപ്പ് വെക്കാൻ പോവാണ്. ക്ലിപ്പ് അല്ല, സ്റ്റാൻഡ്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇത് ജസ്റ്റ് ഓക്കെ ആയി. യെസ് സുഹൃത്തുക്കളെ, ആയി. ഇത്ര ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. കമോൺ, ഇനി എനിക്ക് മോണിറ്റർ ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ OLED മോണിറ്റർ ഇവിടെ ഫൈനലി റെഡി ആയിരിക്കുകയാണ്. എന്റെ അമ്മ, ഫൈനലിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പീല് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അവസാനം നമുക്ക് പീൽ ചെയ്യാട്ടാ. നമ്മുടെ മോണിറ്റർ കൂടെ വച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഗൈസ്, മോണിറ്റർ ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് മോണിറ്റർ താഴ്ത്തിട്ട് താത്താൻ പറ്റില്ല, നമുക്ക് തിരിക്കാനും താത്താനൊന്നും പറ്റില്ല. ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഇങ്ങനെ തിരിക്കാൻ പറ്റും. ടിൽറ്റ് ചെയ്യാൻ പറ്റുമോ? ടിൽറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, ഇനി മേപ്പോട്ടേക്കും കീപ്പോട്ടേക്കും ഇറക്കാൻ പറ്റില്ല. ഇതിവിടെ സ്വിച്ച് വല്ലതും ഉണ്ടാ? അതെ, മേപ്പോട്ടേക്ക് കീപ്പോട്ടേക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഗൈസ്. അങ്ങനെ ഫൈനലി മോണിറ്റർ ഇവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. 27 ഇഞ്ചാണ് ഗൈസ് നമ്മൾ മേടിച്ചേക്കണത്. ഞാനുണ്ടല്ലോ ഗൈസ് വേർത്തു. ഇനി ഞാൻ എന്റെ മോണിറ്റർ ഉണ്ടല്ലോ ഗൈസ് എന്തായാലും ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. ഇതാണ് ഇപ്പൊ ഞാൻ കളിക്കുന്ന മോണിറ്റർ. ഇത് 24 ഇഞ്ചിന്റെ 1080p മോണിറ്റർ ആണ്. ഇതെന്റെ കമ്പ്യൂട്ടറിന്റെ പഴയ ഏതോ VA ആണെന്ന് തോന്നുന്നു. VA ആണോ LCD ആണോ ഏതൊരു മോണിറ്റർ ആണ്. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ മോണിറ്റർ ഇപ്പുറത്തേട്ട് വെച്ചിട്ട് നമ്മുടെ QD OLED മോണിറ്റർ ഇല്ലേ, അത് നമുക്ക് ഇവിടെ ഇട്ട് വെക്കണം. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും എന്റെ മോണിറ്റർ നേരെ ഇവിടെ ഒന്ന് എടുത്ത് വെച്ച് കണക്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ, നമ്മുടെ മോണിറ്റർ ഇതാണ്. പുതിയ മോണിറ്റർ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ പഴയ 1080p മോണിറ്റർ ഫുൾ HD. ഇത് വച്ചപ്പോ തന്നെ എന്റെ ടേബിൾ ഉണ്ടല്ലോ ഗൈസ്, നോക്കി ഫുൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് എന്തായാലും ഉദ്ഘാടനം ചെയ്ത് നോക്കിയാലോ? ഉദ്ഘാടനം ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഓൺ ആക്കാട്ടെ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുമ്പോ തന്നെ മോണിറ്റർ ഓൺ ആവും. ഇല്ലല്ലോ, എന്റെ ഇത് ഓൺ ആക്കുമ്പോഴത്തേക്ക് മോണിറ്റർ ഓൺ ആവൂട്ടാ. നോക്കട്ടെ. മോണിറ്റർ ഓൺ ആവണ്ടിയാലോ? മോണിറ്റർ ഓൺ ആയില്ലല്ലോ. എനിക്ക് തോന്നുന്നു മോണിറ്ററിന്റെ പവർ സ്വിച്ച് നമ്മൾ ഞെക്കണ്ടേ? പവർ സ്വിച്ച് എവിടെയാണ്? ദൈവം, ഇനി ഇതിന്റെ പുറകെ ഇരിക്കും തോന്നുന്നു. ഇനി ഇതിന്റെ പുറകേട്ട് പോകാൻ എനിക്ക് വയ്യ. ഞാൻ ഇവിടെ നിന്ന് നോക്കട്ടെ, ഇവിടെ മോണിറ്ററിന്റെ പവർ സ്വിച്ച് എവിടെയാണ്? ഞാനുണ്ടല്ലോ ഗൈസ്, ഈ ടേബിളിന്റെ പുറകോശം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളാരും ഞെട്ടരുത്, കാരണം മൊത്തം വയറുകളാണ്. മൊത്തം വയറുകൾ ഇങ്ങനെ കിടക്കാണ്. നിക്കട്ടാ, ഞാൻ ഇതിന്റെ പവർ സ്വിച്ച് ഒന്ന് വെക്കട്ടാ, എന്നാലാണ് ഇത് ഓണാവുള്ളൂ. ഇത് എവിടെയാന്ന് നോക്കട്ടെ. ഗൈസ്, ഇവിടെ ആയിട്ടുണ്ടല്ലോ സ്വിച്ച് ഉണ്ട്. ഞെക്കി പവർ സ്വിച്ച്. അതെ ഗൈസ്, വന്ന്. മൈ ഗോഡ് ഗൈസ്, ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇനി PC ഓൺ ആക്കട്ടെ കേട്ടാ. അങ്ങനെ ഉദ്ഘാടനം ഗൈസ്
നമ്മുടെ ന്യൂ ഗെയിമിംഗ് മോണിറ്ററിന്റെ ഉദ്ഘാടനം നമ്മൾ ഇവിടെ നിർവഹിക്കുകയാണ്. HDMI 2 നോ സിഗ്നൽ അതുണ്ടാവില്ല, ഡിസ്പ്ലേ പോർട്ടിന്റെ സിഗ്നൽ ഉണ്ടാവും. ഡിസ്പ്ലേ പോർട്ടാണ് കണക്ട് ചെയ്യണേ. ഇത് ഓണാവുണ്ട്, ഇവിടെ ഓണാവണില്ലല്ലോ. നോക്കട്ടെ, എന്തായാലും PC ഓണാവട്ടെ. വരണ്ട്. ഡിസ്പ്ലേ പോർട്ട് ഇപ്പോഴാണ് ഗൈസ് പിടിച്ചത്. ആദ്യം HDMI PS5 കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഇത് വന്നിട്ടില്ല. അമ്പോ ഗൈസ്, എനിക്കുണ്ടല്ലോ ഇത് വന്നപ്പോ തന്നെ എനിക്ക് ഇതിന്റെ കളർ വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നോ വേ ഗൈസ്, OLED മോണിറ്റർ ഈസ് എ റിയൽ ഡീലാണ്. നോക്കട്ടെ, ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്റെ നോക്ക് ഗൈസ്, ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. നിങ്ങൾ ഇതിന്റെ കളർ ഡിഫറൻസ് ഇപ്പൊ തന്നെ നോക്കി ഗൈസ്, നൈറ്റ് ആൻഡ് ഡേ വ്യത്യാസമുണ്ട്. എന്റെ തോന്നുന്നു ഇത് VA പാനലാന്ന് തോന്നുന്നു. എന്റെ ഈ മോണിറ്റർ രണ്ടിന്റെ കളർ ഡിഫറൻസ് നോക്കി, ഇത് കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് തോന്നുന്നു. കേട്ടോ, എന്നാലും ലൈറ്റ് ഇട്ടിട്ട് എല്ലാം ഒന്ന് എന്റെ ലൈവ് വാൾപേപ്പർ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതിനകത്ത് മറ്റേ പ്ലാസ്റ്റിക് അത് പീല് ചെയ്തിട്ടില്ല കേട്ടോ, അല്ലാണ്ട് തന്നെയാണ് ഇട്ടേക്കണത് ഗൈസ്. അങ്ങനെ നമ്മുടെ രണ്ട് മോണിറ്ററിൽ ഞാൻ വാൾപേപ്പർ എഞ്ചിനില് സാധനം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കളറിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നമ്മുടെ OLED മോണിറ്ററിൽ വന്നിങ്ങനെ കളർ കണ്ടോ, അടിപൊളിയാണ്. നമ്മുടെ ഇത് ഫുൾ HD മോണിറ്റർ, എന്റെ പഴയ മോണിറ്റർ ആണെന്ന്. ഇതും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി. ഈ വീഡിയോയിൽ എത്രത്തോളം എനിക്ക് കിട്ടുന്ന അറിയില്ല ഗൈസ്, പക്ഷെ നമ്മൾ കണ്ണും കൊണ്ട് നോക്കാൻ നേരത്തില്ലല്ലോ, ഭയങ്കര ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത്രയും നാളുണ്ടല്ലോ ഇതിന്റെ ഒറിജിനൽ ക്വാളിറ്റി ഇതാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ നമ്മുടെ പുതിയ മോണിറ്റർ കണ്ടപ്പോഴേ എന്റെ അമ്മേ, ഞാനുണ്ടല്ലോ ഗൈസ് ഒന്ന് ലൈറ്റ് ഓഫ് ആക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒന്നോടെ കാണിച്ചു തരാം. ഇതിന്റെ ക്വാളിറ്റി കണ്ട ഗൈസ്, OLED മോണിറ്ററിന്റെ അന്യായ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അന്യായ ഡിഫറൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടല്ലോ പിന്നെ ഒരു സാമ്പിൾ സാധനങ്ങളുടെ എന്തായാലും ഞാൻ ഇട്ട് തരാം. അപ്പോ ഇപ്പൊ ഞാൻ എന്തായാലും മേടിച്ചേക്കണ മോണിറ്റർ ഉണ്ടല്ലോ ഗൈസ്, MSIയുടെ മാഗ് എന്താണ് 271 UPX E2 QD OLED എന്ന് പറഞ്ഞ മോണിറ്റർ ആണ്. പൈസ വന്നത് എത്രയാണ്? 47,500 രൂപയാണ് ഗൈസ് നമുക്ക് പൈസ വന്നത്. തുടക്കം ഉണ്ടല്ലോ ഗൈസ്, ഞാൻ എന്താണ് പ്ലാൻ ചെയ്തത് ഒരു 4K മോണിറ്റർ മേടിക്കാനായിരുന്നു. PS5 Pro ഉണ്ട്, ഒരു 4K മോണിറ്റർ മേടിക്കാന്നായിരുന്നു. പക്ഷെ ഈ 45,000 47,000 ബഡ്ജറ്റിലുണ്ടല്ലോ 4K IPS പാനലുള്ള മോണിറ്ററാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ കറന്റ് യൂസ് ചെയ്യണ ഫുൾ HD മോണിറ്റർ ആലോ, അതിനകത്തുനിന്ന് 4Kയിലോട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ അപ്ഗ്രേഡ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫുൾ HD 2Kയിലോട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ അപ്ഗ്രേഡ് ആണ്. 2Kനെക്കാട്ടും ഭയങ്കര റെസൊല്യൂഷൻ കൂടുതലാണ് ഗൈസ് 4Kയിൽ. പക്ഷെ ഞാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഗൈസ്, വീഡിയോസ് ഒത്തിരി ആൾക്കാർ പറയണതെല്ലാം കേട്ട് നോക്കിയിട്ടുണ്ടല്ലോ. 2Kന്ന് 4Kയിലോട്ട് പോണതിനെക്കാട്ടുണ്ടല്ലോ ഗൈസ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് അപ്ഗ്രേഡ് ആണ് IPS പാനലിൽ നിന്ന് OLEDയിലോട്ട് പോണത്. അത് നമ്മൾ കണ്ണും കൊണ്ട് കണ്ടാൽ മാത്രമാണ് ഗൈസ് അറിയുള്ളൂ. ഞാനിത് എന്താ പറയും, ഇതിന് കളർ ഉണ്ടല്ലോ എനിക്കുണ്ടല്ലോ ഗൈസ്. ഇപ്പൊ എന്റെ പുതിയ മോണിറ്ററിൽ നോക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് ഇതിനകത്തായിട്ട് നോക്കാൻ പോലും പറ്റില്ല. ഇതെന്തോ വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. സത്യമാണെന്ന് പറഞ്ഞാൽ സത്യമാണ്. നമ്മുടെ ഓരോരുത്തരും ഉണ്ടല്ലോ OLED മോണിറ്ററിലായിട്ട് നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ മോണിറ്ററിലായിട്ട് നോക്കാൻ തോന്നില്ല എന്ന് പറയണുണ്ടല്ലോ, ഏകദേശം കറക്റ്റ് ആണ്. നോക്ക് ഗൈസ്, ഇതിനകത്ത് കളർ കണ്ടിട്ട് ഇതിനകത്തായിട്ട് നോക്കാൻ പറ്റില്ല. വീഡിയോയിൽ എത്രത്തോളം അടിപൊളിയായിട്ട് കിട്ടണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെയാവുമ്പോഴല്ലോ നിങ്ങൾക്ക് ഏകദേശം ഉണ്ടല്ലോ രണ്ട് മോണിറ്ററിന്റെ എന്താണ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ രണ്ട് വീഡിയോ എന്തായാലും പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഡിഫറൻസ് പറയണം. QD OLEDയിൽ കണ്ടോ ഗൈസ്, ബ്ലാക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ പക്കാ ബ്ലാക്ക് ലെവൽ ആയിരിക്കും. പക്ഷെ എന്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് VA പാനലാണ്. VA IPSനെക്കാട്ടും കുറച്ചുകൂടെ കുറവാണ്. എന്നാലും ബ്ലാക്ക് ലെവലൊക്കെ VA പാനലിലാണ് IPSനെക്കാട്ടും കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ട് കാണിക്കുന്നത്. എന്റെ പോലെ ഗൈസ് കളറിന്റെ ഡിഫറൻസ് തന്നെ നോക്ക്. ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ എന്റെ പഴയ മോണിറ്റർ ഇല്ലേ, അതിനകത്തുള്ള കളർ എല്ലാം കറക്റ്റ് കളർ ആയിരിക്കുന്നതാണ്. പക്ഷെ OLED മോണിറ്റർ നമ്മുടെ പുതിയ മോണിറ്റർ വെച്ചപ്പോഴാണ് ഗൈസ് ആ കളറിന്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവണത്. നമ്മുടെ എല്ലാ ആൾക്കാരും പറയണത് ശരിയാണ് ഗൈസ്. നമ്മൾ OLED മോണിറ്റർ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഒരു മോണിറ്ററിലായിട്ട് നോക്കാൻ പറ്റില്ല. അത് ആക്ച്വലി റിയൽ ആണ്. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കി ഗൈസ്, കളറിന്റെ ഡിഫറൻസ് പക്ക നോക്കി. എന്റെ മോനെ നമ്മളിത് നേരിട്ട് കാണണം ഗൈസ്, അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതിന്റെ ഡിഫറൻസ്. എന്റെ മോനെ OLED മോണിറ്റർ വേറെ ലെവല് ഗൈസ്, ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, മോണിറ്ററിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മോണിറ്റർ ഗൈസ്, കളറൊക്കെ ഉണ്ടല്ലോ പക്ക ആക്യുറേറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു 2K മോണിറ്റർ എടുക്കണോ 4K എടുക്കണോന്ന്. ഞാൻ ഒത്തിരി നോക്കി. 4K ഉണ്ടല്ലോ IPS പാനലാകുമ്പോൾ നമുക്ക് ഏകദേശം 40,000 45,000 രൂപയാവും. പക്ഷെ ഞാൻ 2K നിന്നിട്ട് തന്നെ ഉണ്ടല്ലോ ഗൈസ് QD OLED എടുത്തതുണ്ടല്ലോ, ഗെയിം ചേഞ്ചർ ആയിരുന്നു. ഈ മോണിറ്റർ പക്കാന്ന് പറഞ്ഞ കിണ്ണം കാച്ച സാധനം. പിന്നെ OLED മോണിറ്ററിന് ഒരു ഡ്രോബാക്ക് ഉള്ളതുണ്ടല്ലോ ഗൈസ്, ഇതിനകത്ത് ഈച്ച് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പിക്സൽ ആയിട്ടാണ് OLED മോണിറ്റർ കാണിക്കുന്നത്. അതുകൊണ്ടുണ്ടല്ലോ പിക്സൽ ബേണിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ 3 ഇയർ വാറന്റിയാണ് നമ്മുടെ MSI നമുക്ക് തന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ എന്താണ് ഗൈസ് ബേണിനുണ്ടല്ലോ ആവാതിരിക്കാനുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഓൾറെഡി MSI നമുക്ക് തരണ്ട്. അതുകൊണ്ട് അങ്ങനെ ബേണിന്റെ ഒന്നും ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ 4K മോണിറ്റർ മേടിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് എന്താണ് ഏകദേശം 85,000 90,000 രൂപയോ അത്രയ്ക്കുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഗൈസ്. എനിക്ക് ഈ മോണിറ്റർ ഒത്തിരി ഇഷ്ടപ്പെട്ടു.
എടാ ഇത് OLED യൂസ് ചെയ്താലേ നമുക്ക് ഇതിന് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഗൈസ്. കിണ്ണം കാച്ച് മോണിറ്റർ എന്ന് വെച്ചാൽ കിണ്ണം കാച്ച് മോണിറ്റർ. ഇനി എന്റെ പ്ലേ സ്റ്റേഷനിലൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ന്യൂബി പ്ലേസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഗെയിംസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അവിടെയായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ വരും ഗൈസ്. 2K 4Kയിലോട്ടൊന്നും പോകണ്ട ഗൈസ്. 2Kയിൽ നമ്മൾ OLED വച്ചാൽ തന്നെ ഉണ്ടല്ലോ 4Kനെക്കാട്ടും അന്യ സാധനമാണ്. കളറൊക്കെ ഉണ്ടല്ലോ ഗൈസ്, എന്റെ മുത്ത് പോലെ ഇരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ച മോണിറ്ററാണ് ഗൈസ് ഇത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ നമുക്ക് വേണ്ടി പറയാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഈ ചാനലിൽ അടുത്ത വീഡിയോ കേട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.